മലപ്പുറം വളാഞ്ചേരി KSFE ശാഖയിൽ സ്വർണം എന്ന വ്യാജേന മുക്കുമണ്ടം പണയം വെച്ച് തട്ടിപ്പ് 1,48,00,000 രൂപയാണ് തട്ടിയെടുത്തത്. 5 പേർക്കെതിരെ വളാഞ്ചേരി പോലീസ് കേസെടുത്തു. 221 പവൻ സ്വർണമാണ് ഈ മുക്കുമണ്ടമാണ് സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ച് പണയം വെച്ച് തട്ടിപ്പ് നടത്തിയത്. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അനുമോദ്, ഇത് ചെറിയൊരു തുകയല്ല, 1.5 കോടിയോളം രൂപയാണ് ഇതുപോലെ മുക്കുമണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തുന്നത്. ഇത് ബാങ്ക് ഈ KSFE അധികൃതരുടെ ഒരു സഹായമില്ലാതെ ഈ രീതിയിലുള്ളൊരു തട്ടിപ്പ് നടത്താൻ കഴിയുമോ? 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തെന്ന് പറയുന്നു. ഇവർക്കെതിരെ തുടർ നടപടി, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമോ? ടോം, ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ആ ഒരു തരത്തിലേക്കാണ്, ശൈലിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. കാരണം പുറത്ത് വന്നിട്ടുള്ളത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. നമ്മൾ കണക്കാക്കിയതിലും വലിയ ഒരു സംഖ്യ ഈ ഒരു മുക്കുപണ്ട തട്ടിപ്പിൽ വരും എന്ന വിവരങ്ങളാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഒരുപക്ഷെ അത് 7 കോടിയോളമൊക്കെ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം ഇത് ഇന്നിപ്പോൾ അവധി ദിവസമായിട്ട് പോലും പോലീസ് അവിടെ വിശദമായ പരിശോധനകൾ, ലോക്കറുകളും മറ്റും തുറന്ന് പരിശോധിച്ച് മാനേജറുടെ സാന്നിധ്യത്തിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഈ തരത്തിലുള്ള ആഭരണങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ പണം മുക്കുപണ്ടം വെച്ച് വായ്പ വാങ്ങിയതിന് കണക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ കണക്കുകൾ ഇതൊന്നും ആയിരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ആദ്യം പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. രണ്ടാമതായിട്ട് 5 പേരാണ് ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ളത്. അതിൽ ഒന്ന് ഈ ഒരു KSFEയിലെ ഗോൾഡ് അപ്രൈസറായി ജോലി ചെയ്തിരുന്ന 65-കാരനാണ്. അയാൾ കഴിഞ്ഞ മെയ് മാസത്തിലാണ് വിരമിച്ചത്. അപ്പോൾ ഈ ഒരു തട്ടിപ്പ് ഈ കേവലം 5 പേരിൽ നിൽക്കില്ല എന്ന് തന്നെ വേണം കരുതുവാൻ. കാരണം ഇത്രയും വലിയ സംഖ്യയുടെ കോടികളുടെ തട്ടിപ്പ്, അതും 2-3 വർഷത്തിൻ്റെ ഇടവേളയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഈ ബ്രാഞ്ചിലെ മറ്റ് ഉദ്യോഗസ്ഥരുടെ കൂടി അറിവോടെ തന്നെ ആയിരിക്കും എന്ന വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഒരുപക്ഷെ മാനേജർ അടക്കം ഇതിൽ പ്രതിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയാണ് എന്നല്ല, സാധ്യത തള്ളിക്കളയാനാകില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഈ ഒരു തട്ടിപ്പ് പുറത്തു വന്നത് ഈ ഓഡിറ്റിങ്ങിന് ഇടെയാണ്. ഈ KSFEയിൽ കൃത്യമായിട്ട് നടക്കുന്ന ഓഡിറ്റിങ്ങിനിടെയാണ് ഈ വെച്ചിരിക്കുന്നത് മുക്കുമണ്ടമാണെന്ന് കണ്ടെത്തുന്നതും തുടർന്ന് മുകളിൽ നിന്നും KSFEയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ വിഷയം അന്വേഷിക്കുകയും അതിനെ തുടർന്ന് പിന്നീടാണ് പോലീസിലേക്ക് ഈ ഒരു വിഷയങ്ങൾ പരാതിയായിട്ട് എത്തുന്നത്. അങ്ങനെയാണ് ഈ ഒരു കേസിന്റെ നാൾവഴി ഉള്ളത്. ഈ പണയം വെച്ചവർ പാലക്കാട് സ്വദേശികളാണ്. മലപ്പുറം വളാഞ്ചേരിയിലെ KSFE ശാഖയിൽ നടന്നത് കോടികളുടെ തട്ടിപ്പാണ്. അതിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 7 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു വന്ന രീതിയിലുള്ള പ്രാഥമിക നിഗമനമുണ്ട്. 1.5 കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഈ KSFE ശാഖയിലെ ഈ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്.